അതിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ മുത്തശ്ശനും മുത്തശ്ശിയാണെങ്കിൽ അനിയുടെ ഒരു അവന്തികയായിട്ടുള്ള വിവാഹ നിശ്ചയമൊക്കെ നടത്താൻ വേണ്ടി തീരുമാനിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ മുത്തശ്ശനാണെങ്കിൽ ആ ഒരു വിവരം അവിടെ അനന്തപുരിയിലാണെങ്കിൽ എല്ലായിടത്തും പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാവർക്കൊക്കെ സമ്മതമായിട്ടൊക്കെ നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മളെ മുത്തശ്ശനാണെങ്കിൽ പറയുന്നുണ്ട് എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു ചടങ്ങ് നടത്തണം. ഈ ഒരു ഞായറാഴ്ച തന്നെ നമുക്ക് ആ ചടങ്ങ് നടത്താമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അത് നമുക്ക് പുറത്ത് വെച്ച് അങ്ങ് നടത്തണമെന്നൊന്നുമില്ല. ഇവിടെ വീട്ടിൽ വെച്ച് തന്നെ ചെറിയൊരു ചടങ്ങായിട്ടൊക്കെ നമുക്ക് നടത്തിയാൽ മതി എന്നൊക്കെ മുത്തശ്ശനാണെങ്കിൽ ഒന്ന് വാശിയൊക്കെ പിടിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ അനി അറിയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം എനിക്കാണെങ്കിൽ നല്ല സങ്കടമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അനി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എത്രയും ഞാൻ മുത്തശ്ശൻ്റെ അടുത്തും മുത്തശ്ശിയുടെ അടുത്തും പറഞ്ഞതാണ്, എന്നിട്ട് എന്താ ഇവർക്ക് എന്താ മനസ്സിലാവാത്തത് എന്നൊക്കെ ഇങ്ങനെ നമ്മൾ അനി ചിന്തിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അനി പറയുന്നുണ്ട് എന്തായാലും എനിക്ക് ഇഷ്ടമല്ലാതെ അനാമിക കല്യാണം കഴിച്ചപ്പം ആ ഒരു ജീവിതത്തിനെയും കാട്ടി അപ്പുറത്തെ ഒരു പാടായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നമ്മൾ അവന്തികയെ കല്യാണം കഴിച്ചാൽ എന്താ ഇവർക്ക് മനസ്സിലാവാത്തതെന്നൊക്കെ ഇങ്ങനെ നമ്മൾ അനിയാണെങ്കിൽ സങ്കടപ്പെട്ടിട്ട് എൻ്റെ ജീവിതം എന്താ ഇങ്ങനെയെന്നൊക്കെ ഉള്ള ചിന്തയൊക്കെ നമ്മൾ അനി ചിന്തിക്കുകയൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. നമ്മൾ അനിയാണെങ്കിൽ അങ്ങനെ സ്വന്തമായിട്ട് ശപിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണെങ്കിൽ അവിടെ ഇങ്ങനെ നിൽക്കുന്ന റൂമിൽ നിൽക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ അവന്തികയാണെങ്കിൽ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പം അവന്തിക കാണുന്ന സമയത്ത് നമ്മൾ അനിക്കാണെങ്കിൽ നല്ല ദേഷ്യമൊക്കെ വരുന്നുണ്ട്. കാര്യം ഇപ്പം നമ്മൾ അനിക്കാണെങ്കിൽ ആ ഒരു അവന്തികയുടെ അടുത്ത് ഒരു സ്നേഹമോ കാര്യങ്ങളോ ഒന്നുമില്ല. കാര്യം അവന്തികയുടെ അടുത്ത് ആവുന്നത് നമ്മൾ അനി പറഞ്ഞാണല്ലോ തന്നെ ഞാൻ ആ ഒരു കണ്ണിലും കണ്ടിട്ടില്ല എന്നൊക്കെ നമ്മൾ അനി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എന്നിട്ടും അവന്തിക കേൾക്കാതെ ഇങ്ങനെ കല്യാണത്തിൻ്റെ പിറകെ നടക്കുന്നത് കൊണ്ട് നമ്മൾ എനിക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ അവന്തികയുടെ അടുത്ത്. അങ്ങനെ അവന്തിക റൂമിലോട്ട് ചെല്ലുന്ന സമയത്താണെങ്കിൽ അനി പറയുന്നുണ്ട് റൂമിൽ നിന്ന് ഇറങ്ങി പോകാനൊക്കെ ദേഷ്യപ്പെട്ട് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് പറയുന്ന സമയത്ത് നമ്മൾ അവന്തികയ്ക്കാണെങ്കിൽ നല്ല സങ്കടമൊക്കെ വരുന്നുണ്ട്. അങ്ങനെ അവന്തികയാണെങ്കിൽ എന്നീ കാര്യങ്ങൾ നമ്മളെ മുത്തശ്ശൻ്റെ അടുത്തൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് മോള് വിഷമിക്കേണ്ട, എന്തായാലും നമുക്ക് നീ ഇവിടുത്തെ കുട്ടിയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം അവന്തിക പറയുന്നുണ്ട് മുത്തശ്ശാ എനിക്ക് വേറൊരു വീട്ടിലോട്ട് പോകാൻ എനിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇവിടെ ആകുമ്പോൾ നമ്മളെ സ്വന്തം വീടല്ലേ, അപ്പോൾ ഈ വീട് വിട്ട് പോകാനൊന്നും എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ സമ്മതിച്ചെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് മോളെ വിഷമിക്കേണ്ട, അതൊക്കെ ശരിയായി. എന്നിട്ട് നമ്മളെ മുത്തശ്ശൻ പറയുന്നുണ്ട് എന്തായാലും മോളെ വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവന്തികയെ സമാധാനപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവന്തിക പറയുന്നുണ്ട് എനിക്കിങ്ങനെ ഒരു ഇഷ്ടം അനിയേട്ടൻ്റെ അടുത്ത് തോന്നിയപ്പോൾ ഞാൻ അനിയേട്ടൻ്റെ അടുത്തും പറഞ്ഞു, ഇതണക്ക് മുത്തശ്ശൻ്റെ അടുത്തും മുത്തശ്ശിയുടെ അടുത്തും ഞാനിങ്ങനെ പറഞ്ഞതല്ലാതെ വേറെ തെറ്റ് ഞാൻ ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ അവന്തിക പറയുന്നുണ്ട് നമ്മളെ മുത്തശ്ശൻ്റെ അടുത്താണെങ്കിൽ. അങ്ങനെ മുത്തശ്ശനാണെങ്കിൽ ആ ഒരു തീരുമാനമൊക്കെ പറഞ്ഞ് നമ്മൾ അവന്തികയെ സമാധാനിപ്പിച്ചിട്ടൊക്കെ ആണെങ്കിൽ അവന്തിക അവിടുന്ന് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ അവന്തികയാണെങ്കിൽ നേരെ ചെന്നിട്ട് നാഗേന്ദ്രനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് അച്ഛാ നമ്മൾ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ ആ നാഗേന്ദ്രൻ പറയുന്നുണ്ട് അപ്പോൾ ഇനി എന്തായാലും ആ ഒരു വിവാഹ നിശ്ചയത്തിനാണെങ്കിലും കല്യാണത്തിനാണെങ്കിലും നിന്റെ മുത്തശ്ശൻ്റെ മുമ്പിൽ തന്നെ നല്ല തലയെടുപ്പോട് കൂടി തന്നെ ഞാൻ നിൽക്കും മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവന്തികയുടെ അടുത്ത് പറയുകയൊക്കെ ചെയ്യും. അങ്ങനെ നമ്മളെ മുത്തശ്ശനാണെങ്കിൽ ആ ഒരു തീരുമാനം അവിടെ എല്ലാവരെയും അറിയിക്കുകയൊക്കെ ചെയ്തായിരുന്നല്ലോ. അങ്ങനെ ആ സമയത്ത് നമ്മൾ അനിയാണെങ്കിലും മുത്തശ്ശൻ്റെ അടുത്ത് പറയുന്നുണ്ട് മുത്തശ്ശൻ എന്താ ഒരു കാര്യങ്ങൾ തീരുമാനിക്കുന്ന സമയത്തൊന്നും അല്ലെങ്കിലും എൻ്റെ അടുത്തെങ്കിലും ഒരു തീരുമാനവും കാര്യങ്ങളും ചോദിക്കേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എനിക്കൊരിക്കലും അവന്തികയെ ആ ഒരു കണ്ണനോട് എനിക്ക് കാണാൻ പറ്റത്തില്ലെന്ന് ഞാൻ മുത്തശ്ശൻ്റെ അടുത്തും മുത്തശ്ശിയുടെ അടുത്തും പറഞ്ഞതല്ലേ, ഞാൻ അവളെ എൻ്റെ ഒരു പെങ്ങളായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ, ആ രീതിയിലല്ലാതെ എനിക്ക് ഇവളെ കാണാൻ പറ്റത്തില്ല എന്നൊക്കെ നമ്മൾ അനി അവളെ തീർത്തൊക്കെ കുറച്ച് ദേഷ്യപ്പെട്ടൊക്കെ നമ്മൾ മുത്തശ്ശൻ്റെ അടുത്ത് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് ഒരുത്തി എനിക്ക് ഇഷ്ടമല്ലാതെ ഞാൻ കല്യാണം കഴിച്ചിട്ട് എന്തെല്ലാം അനുഭവിച്ചെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ, പിന്നെ നിങ്ങൾ എന്തിനാ വീണ്ടും എന്നെ ഈ ഇതിന് നിർബന്ധിക്കുന്നൊക്കെ പറയുമ്പം നമ്മൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് അനി നീ ആരുടെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത്, നീ ഇതുവരെയ്ക്കും എൻ്റെ അടുത്ത് ഇങ്ങനെയൊന്നും ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ ഞങ്ങളെ മുത്തശ്ശൻ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ജാനകിയാണെങ്കിൽ പറയുന്നുണ്ട് അത് അവൻ്റെ മനസ്സിരിപ്പ് എന്താണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ, അതുകൊണ്ടാണ് അവൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും എനിക്ക് ജീവനുള്ളിടത്തോളം കാലം എന്തായാലും ആ ഒരു കാര്യത്തിന് ഞാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ നമ്മളെ ജാനകിയും തീർത്ത് പറയും. ആ സമയത്താണെങ്കിൽ നമ്മൾ ജാനകി പറയുന്നുണ്ട് അതങ്ങ് നിന്റെ മനസ്സിൻ്റെ ഇരിപ്പങ്ങ് മറന്നേക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ അനി പറയുന്നുണ്ട് നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാലും നിങ്ങൾ എന്തിനാ നന്ദുവിൻ്റെ കാര്യം ഇതിനകത്ത് പിടിച്ചിടുന്നത്, ഇപ്പം നന്ദുവിൻ്റെ പേരൊന്നും ഇതിനകത്തൊന്നും വലിച്ചിടേണ്ട കാര്യമൊന്നുമില്ല, എനിക്ക് കല്യാണമേ വേണ്ടെന്നാണ് ഞാൻ പറഞ്ഞതെന്നൊക്കെ നമ്മൾ അനി പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ ആ മുത്തശ്ശൻ പറയുന്നുണ്ട് അനി നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അനി പറയുന്നുണ്ട് എൻ്റെ മുത്തശ്ശന് ഇപ്പം എന്താ പറ്റിയത്, ഇത്രയും നാളാണെങ്കിലും എൻ്റെ മനസ്സ് മനസ്സിലാക്കുന്ന ഒരാളായിരുന്നില്ല മുത്തശ്ശൻ, പക്ഷേ ഇപ്പം മുത്തശ്ശനെല്ലാം എന്തുകൊണ്ട് അവന്തിക എൻ്റെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടി നിങ്ങളൊക്കെ ഇങ്ങനെ നിർബന്ധം പിടിക്കുന്നതൊക്കെ നമ്മളെ മുത്തശ്ശൻ്റെ അടുത്ത് ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അനി. അപ്പം നമ്മളെ മുത്തശ്ശൻ്റെ അടുത്താണെങ്കിൽ അനി പറയുന്നുണ്ട് നിങ്ങൾക്കൊക്കെ എൻ്റെ ശവമാണോ കാണേണ്ടതെന്നൊക്കെ നമ്മൾ അനി തീർത്തും ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് എന്തായാലും ഇനി ഞാനൊരു കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ നന്ദുവിനെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കത്തുള്ളൂ, ഞാൻ വേറെ കഴിക്കത്തില്ല എന്നൊക്കെ നമ്മൾ അനിയാണെങ്കിൽ അവിടെ തീർത്ത് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണെങ്കിൽ അനി പറയുന്നുണ്ട് നിങ്ങൾക്ക് എൻ്റെ ശവം കാണണമെങ്കിൽ നിങ്ങൾ ഈ കല്യാണം നടത്താൻ സമ്മതിച്ചോ, പക്ഷേ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ ജീവനോടെ കാണണമെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ കല്യാണത്തിന് സമ്മതിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ നമ്മളെ മുത്തശ്ശനെയും എല്ലാവരെയും ധർമ്മസങ്കടത്തിലാക്കിയിട്ട് നമ്മൾ അനിയാണെങ്കിൽ അവിടുന്ന് കയറി പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മൾ നവ്യയാണെങ്കിൽ ഇതെല്ലാം അവിടെ കണ്ടുകൊണ്ടൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നവ്യ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്തായാലും പഴയ ഒരു സ്നേഹം അനിക്കും നന്ദുവിനും ഇപ്പോഴും അവരെ മനസ്സിലുണ്ടെങ്കിൽ എന്തായാലും ആ ഒരു
കല്യാണം ആരെ എതിർത്തിട്ടായാലും ഞാനത് നടത്തി കൊടുക്കുമെന്നൊക്കെ ഉള്ളൊരു വാശിയിൽ നമ്മളെ നവ്യയും അവിടെ ആലോചിച്ചൊക്കെ നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് വീഡിയോസായിട്ടൊക്കെ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തൊന്ന് ഹൈപ്പ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.